അതായത് ഇങ്ങോട്ട് അടുത്തുനിന്നു 2018 ബിന്ദു കൂടുതൽ കാര്യങ്ങൾ പറയും. 2018 ഇവിടെ നടന്ന ബൈബിൾ കൺവെൻഷനിൽ ബിന്ദു ഇവിടെ ഒരു കട്ടിലിൽ കിടന്നാണ് ധ്യാനം കൂടിയത്. നടുവിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കായിരുന്നു, ബെൽറ്റ് ഇട്ടിരിക്കായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അന്ന് ആദ്യം സ്റ്റേ കെറ്റി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. അന്ന് കർത്താവ് ഹീൽ ചെയ്തതാണ്. അന്ന് കർത്താവ് സൗഖ്യം കൊടുത്തു. പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ സൗദിയിലൊക്കെ നേഴ്സായിട്ട് ജോലി ചെയ്തു, തിരിച്ചു വന്നു. ഇനി ഇന്നലെ ഇവിടെ ഒരു മെസ്സേജ് പറഞ്ഞിരുന്നു. അതുപോലെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിട്ട് ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. ആ സാക്ഷ്യം ബിന്ദു തന്നെ പറയും, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ബിന്ദു, എൻ്റെ ഭർത്താവിൻ്റെ പേര് അഭിലാഷ്. എനിക്ക് 2 മക്കളാണ്. ഞാൻ ചേരുംകുഴി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ 2017 ഇവിടെ തൃശ്ശൂർ സരോജ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് 1 വർഷം കഴിഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഞാൻ വീണിട്ട് എനിക്ക് പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല. 6 മാസത്തോളം ഞാൻ 2017 ഒക്ടോബറിലാണ് ഞാൻ നിർത്തിയത് ഹോസ്പിറ്റലിൽ നിന്ന്. അതെ, പൂർണ്ണമായിട്ട് എനിക്ക് ഒട്ടും എണീക്കാനും പറ്റില്ല. എൻ്റെ ഈ ഡിസ്കിൻ്റെ 3 ഡിസ്ക് ബൾജായിരുന്നു. എനിക്ക് ഇടത് കാല് അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എണീറ്റ് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കമന്ന് കിടന്നിട്ടാണ് പല്ല് തേച്ചതും ഭക്ഷണം കഴിച്ചതൊക്കെ. എൻ്റെ അമ്മായിമ്മയാണ് എന്നെ നോക്കിയതും എൻ്റെ വീട്ടുകാരൊക്കെ സഹകരിച്ചിട്ടാണ്. ഒരു 6 മാസത്തോളം പല ആശുപത്രികളിലൊക്കെ ഞാൻ പോയി. എല്ലാ ഹോസ്പിറ്റലിലും ഓർത്തോ കാണിച്ചു, എൻ്റെ മറയെടുത്തു. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യാതെ ഈ കുട്ടി നടക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല എന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. ഒരാൾ പോലും പറഞ്ഞില്ല എന്നാൽ ബെൽറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ വെയിറ്റ് ഇട്ടാലോ ഒന്നും നടക്കുമെന്നോ അങ്ങനെ സുഖമാവുന്നോ ശരിയാവുന്നോ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും സർജറി തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ 6 മാസത്തോളം ഞാൻ കിടന്നു. അങ്ങനെയാണ് ഞാനിവിടെ കുരിയച്ചിറയിൽ ഇവിടെ ഇങ്ങനെ സാബു ബ്രദറിൻ്റെ ധ്യാനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഈ സൈഡിൽ കട്ടിലുമേൽ കിടന്നിട്ടാണ് ധ്യാനം കൂടിയത്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തെ ആൾ ഞാൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ ഇവിടെ വിളിച്ച് വരുത്തി ബ്രദർ എൻ്റെ ബെൽറ്റ് ഊരി ഡിസ്കിന് ഇവിടെ തൊട്ട് കുമ്പിട്ട് എന്നെ ഇവിടെ നിന്ന് അവിടെ വരെ നടത്തിച്ചു, അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വരെ നടത്തിച്ചു. അതെ, ഓടി നടന്നു. അതിന് പിന്നെ ഇന്ന് വരെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുമില്ല. എനിക്ക് ജോലി ഞാൻ ചെയ്യുന്നു. 8 വർഷമായി ഞാനിപ്പം ജോലി ചെയ്യുന്നു തൃശ്ശൂരിൽ നിന്ന്. അത് കഴിഞ്ഞ് 2 വർഷം ജോലി കഴിഞ്ഞ് ഞാൻ പിന്നെ സൗദിയിൽ പോയി. ഇപ്പോൾ സൗദിയിൽ 3 വർഷം കഴിഞ്ഞ ഏപ്രിൽ നാട്ടിൽ വന്നു. അവിടെ നിന്ന് നിർത്തിയാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്ലിനിക്കിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തു. 6 മാസമായി ഞാൻ കൊടുത്തിട്ട് ഇതുവരെ എൻ്റെ വിസ റെഡി ആവുന്നില്ല. ഞാൻ പോയ സ്ഥലത്ത് സൗദിയിൽ പോയി, സൗദിയിലത്തെ വിസയും അവർ അണ്ടർ പ്രോസസ്സാണെന്നാണ് പറയുന്നത്. എൻ്റെ വിസ റെഡി ആവുന്നില്ല. അപ്പം എന്നോട് ഏജൻസിക്കാരൻ പറഞ്ഞു നമുക്ക് ഖത്തർ നോക്കാം, കാരണം ഖത്തർ പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഖത്തറിൻ്റെ എക്സാം എഴുതി പാസ്സായി. പക്ഷേ അപ്പോഴും വിസ തന്നെയാണ് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ 1.5 മാസത്തോളമായി വിസയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി സാബു ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ കുരിയച്ചിറ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ അറിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പുറത്തേക്ക് പോകാൻ തടസ്സമുള്ളവർ മക്കൾക്ക് അത് മാറി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആമേനെന്ന് ഏറ്റു പറഞ്ഞ് എനിക്കൊരു വിശ്വാസക്കുറവ് ഒന്നും മതി, അതെൻ്റെ ശരിയായി എന്ന് തന്നെ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ വിസ ശരിയായിട്ടുണ്ടാവും ചേട്ടായി, ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഞാൻ ബസ് കയറാനായിട്ട് ഇങ്ങോട്ട് പോരാൻ ബസ് കയറാനായിട്ട് നിന്നപ്പോൾ എനിക്ക് മെസ്സേജ് വരാണ്, ഏജൻസിക്കാരൻ ചേച്ചി വിസ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിസയുടെ തടസ്സം മാറിക്കിട്ടി. എല്ലാം ദൈവത്തിന് നന്ദി. നോക്കൂ, എത്രയോ വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. രോഗികളെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. കർത്താവിൻ്റെ കരുണയും സ്നേഹവുമാണ് ഓരോ രോഗശാന്തിയും. ഇവിടെ 2018 കിടന്ന ഈ മകളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. 6 മാസം അല്ലേ പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു അല്ലേ? അതെ, 6 മാസം എൻ്റെ മനസ്സിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് ചോറും കറിയും വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകാനെങ്കിലും എനിക്ക് പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ സൗദി വരെ എത്തി. ഞാൻ ഖത്തറിനാണ് പോകുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമെങ്കിലും വെച്ചു കൊടുക്കാൻ എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ച മകളെ ഈ സ്റ്റേജിൽ കെറ്റി 2018 കൺവെൻഷനിൽ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. നമ്മുടെ മിടുക്കിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് ഈശോയുടെ സൗഖ്യത്തിൻ്റെ പ്രത്യേകത. അവൻ്റെ മുറിവിൽ സൗഖ്യം നമുക്ക് വേണ്ടി അവൻ വെച്ചിട്ടുണ്ട്. ആര് വിശ്വസിക്കുന്നുവോ അവരെയൊക്കെ അവൻ സൗഖ്യമാക്കും. ഏത് രോഗമായിക്കൊള്ളട്ടെ,
എത്ര മാരകമായ രോഗമാണെങ്കിലും യേശു തൊട്ടാൽ സൗഖ്യമുറപ്പാണ്. യേശു തൊട്ടാൽ വിടുതൽ ഉറപ്പാണ്. യേശു തൊട്ട് കഴിഞ്ഞാൽ സകല ബന്ധനങ്ങൾ തകർക്കപ്പെടുകയാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അതിനുവേണ്ടിയാ, തൻ്റെ മക്കൾക്ക് വിടുതലും വിമോചനവും കൊടുക്കാനായിട്ടാണ്. ഹല്ലേലൂയ. ഈ മകൾക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.